ഈ പുനർജനി എന്ന പരിപാടിയുമായി ഒരു ബന്ധവും കോർപ്പറേഷൻ ഇല്ലേ? അപ്പോൾ ആരാണ് വേദി കെട്ടിയത്? മോദി മേയറുടെ പ്രതികരണം വരികയാണ്. അതിൽ മേയർ പറയുന്നത് കോർപ്പറേഷന്റെ വേദിയല്ല, കോർപ്പറേഷന്റെ പരിപാടിയല്ല എന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രശ്നം, മേയർ അങ്ങനെ പറയുമ്പോഴും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിമിഷങ്ങൾക്ക് മുൻപ് മേയർ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, ജാഥയായി കടന്നു വരുന്നുണ്ട്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മേയറാണ്. ആ നോട്ടീസ് എന്തായാലും നമ്മളിപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനം, മുൻപ് നമ്മൾ 3 മുഖങ്ങൾ ഈ ഫ്ലെക്സിൽ കണ്ടിരുന്നു. മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മേയർ, മേയർ എന്നിവരുടെ ചിത്രമുണ്ടായിരുന്നു. അത് ചെറിയ ഫ്ലെക്സ് വെച്ച് മറയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ഈ സംസാരിക്കുന്നയാൾ കൃത്യമായി പറഞ്ഞു, പുനർജനി എന്ന പരിപാടി, ആ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടി ഇത്തരത്തിൽ കോർപ്പറേഷന്റെ തിരുവനന്തപുരം നഗരസഭ സഹകരണത്തോടെയാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ അല്പസമയം മുൻപാണ് പറയുകയും ചെയ്തത്. എന്തായാലും ആ കോർപ്പറേഷന്റെ നഗരസഭയുടേതല്ലെങ്കിൽ പിന്നെ ഈ പരിപാടി ആരാണ് സംഘടിപ്പിക്കുന്നത്? ഏത് സംഘടനയാണ് രാഹുൽ? നിലവിൽ എന്തായാലും പുനർജനി എന്ന സംഘടനയാണ് ഇത്തരത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. പക്ഷേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും, കാരണം ഇത് ഇപ്പോൾ തന്നെ കുറച്ച് മുൻപാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കോർപ്പറേഷൻ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് ഇപ്പോൾ എന്തായാലും പരിപാടിയുടെ പേരല്ല, ഞാൻ കരുതി പദ്ധതിയുടെയാണെന്ന്. എത്ര മറച്ചാലും ചില സത്യങ്ങൾ കാറ്റടിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് രാഹുൽ. അങ്ങനെ കാറ്റടിച്ച് അതാ മുഖങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, ഡെപ്യൂട്ടി മേയറുടെയും മുഖങ്ങൾ. ഇനി ഒരൊറ്റ കാറ്റ് കൂടിയായാൽ മുഖ്യമന്ത്രിയുടെ മുഖം കൂടി വെളിപ്പെടുന്ന രീതിയിലേക്ക് ആ താൽക്കാലികമായ സംവിധാനം അഴിഞ്ഞു വീഴും. തീർച്ചയായും ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ നടത്തുന്ന പരിപാടിയാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു വേദി പണിയുന്നത് അല്ലെങ്കിൽ പണിയുന്നതിന് അനുമതി കോർപ്പറേഷൻ, നഗരസഭ ഇത് അറിഞ്ഞിരിക്കണം. ഇനി അതല്ല, ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ നടപടി കൈക്കൊള്ളാനായി മേയർക്ക് പറയാൻ കഴിയും. അതും നടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ വേദി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആ വേദിയിൽ നമുക്ക് ആളുകളെ കാണാം. അപ്പോൾ ആ വേദിയിൽ ഇപ്പോൾ പരിപാടി നടക്കുകയാണ്. ഇവിടുന്ന് ഒരു വശത്തേക്കുള്ള ഗതാഗതം ഇപ്പോൾ എന്തായാലും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പുലാമൂടുന്ന് നഗരപ്പറമ്പിലേക്കുള്ള വാഹനത്തിന്റെ ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും വീണ്ടും ഫ്ലെക്സ് വെച്ച് മറക്കുകയാണ്. അങ്ങനെ എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത്തരത്തിൽ അവർക്ക് നേരത്തെ സംഘാടകർ ഉറപ്പായിരുന്നെങ്കിൽ, അങ്ങനെ അവർ വലിയ അസതന്ത്രത്തോടെ നടത്തുന്ന പരിപാടിയാണെങ്കിൽ പിന്നെ എന്തിന് വീണ്ടും ആ ഫ്ലെക്സ് കൊണ്ട് അത് മറക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ്. എന്തായാലും വഞ്ചിയൂർ പോലീസ് ഉൾപ്പെടെ നമ്മോട് ആദ്യഘട്ടം മുതൽ പറഞ്ഞത് കോർപ്പറേഷനുമായി സഹകരിക്കുന്ന കോർപ്പറേഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട വേദി തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് നമ്മൾ എന്തായാലും ഇത്തരത്തിൽ ഈ മേയർ ഉൾപ്പെടെ ബന്ധമില്ല എന്ന് തന്നെ വെക്കുക. ബന്ധമില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു നടപടി ആര് ചെയ്താലും കോർപ്പറേഷനിലെ മേയർ ഇടപെട്ടെങ്കിലും പോലീസിനോട് പറഞ്ഞ് അനുമതിയില്ലാത്ത ഈ ചടങ്ങ് അവിടെ നടക്കാൻ അനുവദിക്കരുത്, നടപടിയെടുക്കുകയും വേണം. ഇപ്പോൾ മേയർ നമുക്കൊപ്പം ചേരുന്നു. ബി.വി. രാജേഷ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തകരപ്പറമ്പിൽ വഴി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിനെ കുറിച്ചാണ്. കോർപ്പറേഷൻ ഇതുമായി യാതൊരു ബന്ധമില്ല എന്നാണ് താങ്കൾ അല്പം മുൻപ് പ്രതികരിച്ചത്. എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളോട് പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചതുമില്ല. നിങ്ങൾ ഈ വാർത്തയെ കൊടുത്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കണ്ടേ? ഞാൻ ആ പരിപാടി പങ്കെടുക്കുന്നത് നിങ്ങളുടെ ആരാ പറഞ്ഞു? ഞാൻ പങ്കെടുക്കുന്നത് കോർപ്പറേഷന്റെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വൃക്ഷത്തൈ നടന്നതിനാണ്. ഞാൻ എന്താ ഇവിടെ എത്തി. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ആദരവ് കൊടുക്കുന്ന പരിപാടിയിലാണ് ഞാൻ രാവിലെ പങ്കെടുത്തത്. ഇനി ഞാൻ പങ്കെടുക്കുന്നത് 10:30 സെന്റ് മേരീസ് സ്കൂളിലാണ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഒരു 8-10 പരിപാടിയിൽ പലരും വന്ന് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചവരോടൊക്കെ തന്നെ ഇങ്ങനെ തിരക്കുകൾ പറയുന്നു. പലരും എന്റെ പേരോ പടമോ ഒക്കെ വെച്ച് കാണാം. ഞങ്ങൾ കോർപ്പറേഷന്റെ ഒരു പൈസയും ചെലവാക്കാത്ത, കോർപ്പറേഷന്റെ ഒരു മെഷീനറിയും പ്രവർത്തിക്കാത്ത, ഒരു മീറ്റിംഗ് പോലും നടത്താത്ത, ഞങ്ങൾ അറിയാത്ത ഒരു പരിപാടി, കോർപ്പറേഷൻ ബന്ധമില്ലാത്തൊരു പരിപാടി, എന്റെ ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ റോഡ് കെട്ടി അടച്ചെന്നൊക്കെ ഇത്രയും നിരുത്തരവായിട്ടാണ് രാവിലെ വാർത്ത ചെയ്യാൻ. ഇതൊക്കെ കൊടുത്ത് ലോകം മൊത്തം അറിയിച്ചിട്ടാണ് എന്നെ വിളിച്ച്. അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നെങ്കിൽ മേയർ എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലാണ് ഇടപെട്ടത്? റോഡ് തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു പരിപാടി നടത്തില്ല. അത് പോലീസാണ് ചെയ്യേണ്ടത്, എന്റെ ജോലിയല്ല. അതിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടന്ന സമയത്ത് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാത്ത ഒരു കാര്യം ഞങ്ങളെ മേളിൽ വെക്കണോ? ആ പരിപാടിക്ക് ഞാൻ പറയട്ടെ, അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം? ഇല്ല. റോഡിൽ എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ? ഞാൻ അങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ കോർപ്പറേഷൻ അല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും നടത്താതിരിക്കാൻ കഴിയുമോ? രാവിലെ തർക്കിക്കാൻ വേണ്ടിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കും ആദ്യം. അതായത് മേയർ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. എന്നെ ഇന്നൊരു 10-15 പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്.
ശരി. ഞാൻ ആകെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ വളരെ ആവേശം കാണിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ പങ്കെടുക്കുന്ന 2 പരിപാടിയേ ഉള്ളൂ. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നടക്കുന്ന വൃക്ഷത്തൈ നടൽ പരിപാടി, സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന കർദിനാൾ ക്ലിമീസ് ബാബയും ഞാനിവിടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും. എന്നെ ഒരു 18 20 പരിപാടി വിളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പരിപാടി അമ്പലമുഖ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 10 മണിക്ക് ഫോറസ്റ്റിന്റെ പരിപാടിയുണ്ട്. എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല. ഞാൻ പങ്കെടുക്കുന്ന 2 പരിപാടി നിയമവിധേയമായി നടക്കുന്ന പരിപാടികളാണ്. എന്നെ വിളിച്ച എല്ലാ പരിപാടിയിലും ചിലപ്പോൾ എന്റെ പേരോ പടമോ ഒക്കെ വെച്ച് കാണാം. അത് ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് ഒരു റോഡിന്റെ കുറച്ച് ഭാഗം മറച്ചിട്ട്, റോഡിന്റെ പകുതിയിട്ട് മറച്ച് സ്റ്റേജ് കെട്ടി എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. ഞാൻ എന്റെ മൊബൈലിലാണ് അത് കാണുന്നത്. ആ നടക്കുന്ന പരിപാടിക്ക് വേണ്ടി കോർപ്പറേഷന്റെ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. കോർപ്പറേഷൻ ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടില്ല. ഞാൻ ആ പരിപാടിയിൽ പോകുന്നില്ല. പോകുന്നില്ല എങ്കിലും ആ പുനർജനിയുടെ നോട്ടീസ് ഞങ്ങളിപ്പോ തത്സമയം പ്രേക്ഷകരുമായി പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഒരാൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നോട്ടീസിൽ പേര് വെക്കുക? നോട്ടിൽ 20 നോട്ടീസിൽ എന്റെ പേര് വെച്ചിട്ടുണ്ട്. 20 നോട്ടീസിൽ ഞാൻ കമ്മിറ്റ് ചെയ്യാത്ത പരിപാടികളിൽ എന്റെ പേര് വെച്ചിട്ടുണ്ട്. മേയറുടെ പേര് പലയിടത്തും വെച്ചിട്ടുണ്ട്. ഞാൻ പോകാമെന്ന് തീരുമാനിച്ചറിയിച്ചിട്ടുള്ള 2 പ്രോഗ്രാമേ ഉള്ളൂ. ആ 2 പ്രോഗ്രാമിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരു വർക്കിംഗ് ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങൾക്കറിയാത്തൊരു പരിപാടി, കോർപ്പറേഷൻ സംഘടിപ്പിക്കാത്തൊരു പരിപാടി, കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ 4 വാർത്ത കിട്ടും, കുറച്ച് മൈലേജ് കിട്ടും, എന്നിട്ട് രാവിലെ അങ്ങ് തുടങ്ങിയാണ് പച്ചക്കള്ളമായിട്ട്. ഇതൊക്കെ അവസാനിക്കില്ല. റോഡ് അടച്ചാണ് അവിടെ പരിപാടി നടക്കുന്നത്. താങ്കൾ തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാണ്. അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ താങ്കൾക്ക് ബന്ധമില്ലെങ്കിൽ പോലും ഒരു ഇടപെടൽ നടത്താമായിരുന്നില്ലേ എന്നതാണ്. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണല്ലോ ഇങ്ങനെ അറിയുന്നത്. ഇവിടെ 10,000 സ്ക്വയർ കിലോമീറ്റർ ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണല്ലോ അറിയുന്നത്. മാത്രമല്ല അതിന്റെ പ്രാഥമിക ഇടപെടാനായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വാർത്ത കണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പോലീസിനാണ്. മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ സ്ഥലങ്ങളിലാണ്. ഇടപെട്ടോന്ന് വെച്ചിട്ട് എനിക്ക് ആ സ്റ്റേജ് പോയി പൊളിച്ചു മാറ്റാൻ പറ്റില്ല. എനിക്ക് ജീവനക്കാർ വഴി തീരുമാനമെടുത്തതിന് ശേഷമല്ലേ അവർക്ക് ഉത്തരവ് കൊടുത്തല്ലേ എനിക്ക് സാധിക്കുള്ളൂ. നിങ്ങൾ എടുത്തു വെച്ചിട്ട് തെറ്റായ വാർത്തകൾ ഒരു നിമിഷം കൊണ്ട് വായിച്ച് പ്രചരിപ്പിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഭരണകൂടം ചലിക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ കോർപ്പറേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ, കോർപ്പറേഷന്റെ മേയർ പങ്കെടുക്കുന്നുണ്ടോ, കോർപ്പറേഷന്റെ ഔദ്യോഗിക പരിപാടിയാണോ, അങ്ങനെ അറിയണം. അറിഞ്ഞിട്ട് വേണം രാവിലെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് ചോദിച്ചില്ല. ഞാനല്ലേ മേയർ, ഭാരവാഹികളല്ലോ. മേയർ ഞാനല്ലേ. നിങ്ങൾ സെക്രട്ടറിയോട് ചോദിച്ചോ, മേയറോട് ചോദിച്ചോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോ? പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരാണ് അതിന്റെ മറുപടി പറയേണ്ടത്. സംഘാടകരാണ് കാര്യങ്ങൾ വ്യക്തമല്ല. നിങ്ങൾ കോർപ്പറേഷന്റെ മേൽ ആരോപിക്കുമ്പോൾ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക സംവിധാനമുണ്ട്. അവരോട് ചോദിക്കണം. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കോൾ എടുത്തല്ലോ. നിങ്ങൾ എന്റെ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ചോദിച്ചോ, നിങ്ങൾ എന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് ചോദിച്ചോ, നിങ്ങൾ അവിടുത്തെ കൗൺസിലറോട് ചോദിച്ചോ? ആരോടും ചോദിച്ചില്ല. രാവിലെ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിനോട് ദ്രോഹമാണ്. വളരെ വേദിയിൽ അത് മറച്ചു വെക്കുകയും ചെയ്തു. താങ്കളുടേതടക്കമുള്ള ചിത്രം കൊടുത്തിരിക്കുന്ന ബാനർ മറച്ചു വെക്കുകയും ചെയ്തു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അവർ മറച്ചു. അവിടെ ആ പരിപാടി നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെടാൻ കൂടി താങ്കൾക്ക് കഴിയും. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പരിപാടി പങ്കെടുക്കുന്നില്ലെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുക്കുന്നില്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ? ഈ തെറ്റായ ഇപ്പൊ നിങ്ങൾ വിളിച്ചല്ലോ, ലോകം മൊത്തം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച ശേഷം വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ വെർഷൻ എടുക്കണമായിരുന്നു. അതല്ലേ മാധ്യമ പ്രവർത്തകന്റെ ധാർമ്മികത. നിങ്ങൾ ജേർണലിസം പഠിച്ചപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? മാധ്യമ പ്രവർത്തകന്റെ ധാർമ്മികത ഓപ്പോസിറ്റ് പാർട്ടി എടുത്ത് അവരുടെ വെർഷൻ കേൾക്കണം, അവരുടെ വെർഷൻ കൂടെ കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് താങ്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടതും ഈ കാര്യം ചോദിക്കുന്നതും. അതെപ്പോഴാ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വാർത്ത ആദ്യം പോകുമ്പോൾ എന്റെ വർഷം പോകണം. ലോകം മുഴുവനും ഓൺലൈൻ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് താങ്കൾ അംഗീകരിക്കുന്നു? നോട് തടസ്സപ്പെടുത്തിയ ഒരു പരിപാടി നടക്കുന്നുള്ള വാർത്ത വന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പരിപാടിയല്ല, ഔദ്യോഗിക പരിപാടി അല്ലെന്ന്. കോർപ്പറേഷൻ പരിപാടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നൊരു മേയർക്ക് പറഞ്ഞല്ലോ സുഹൃത്തെ. മാത്രമല്ല ഞങ്ങളുടെ ഔദ്യോഗിക പരിപാടിയല്ല. നിങ്ങൾക്ക് ഇന്നിപ്പോ എന്റെ കോർപ്പറേഷൻ ഓഫീസിൽ പോകൂ, ഏതെങ്കിലും ഒരു രേഖയിൽ ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സമ്മതിച്ചോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്തതായിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു രേഖയിലോ ഏതെങ്കിലും ഒരു മീറ്റിംഗിലോ മിനിറ്റ്സിലോ ഏതെങ്കിലും ഒരു ജീവനക്കാരോടോ ഇത്തരത്തിൽ തകരപ്പുറം പോകാത്ത ഒരു പരിപാടി കോർപ്പറേഷൻ നടത്തുന്നു എന്ന് ചർച്ച ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാമോ? 1 രൂപ ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ മുൻകൂർ എന്തെങ്കിലും അനുവദിച്ചായിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ? ഒരു കൗൺസിൽ ചർച്ചയായിട്ട് കാണിച്ചു തരാമോ? ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ വെക്കിട്ട് കയറുന്നത് 18-20 പരിപാടിയിൽ ഇന്ന് എന്നെ വിളിച്ചിട്ട് എന്റെ പടം വെച്ചിട്ടുണ്ട് പലയിടത്തും.
ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ എന്റെ ഫോട്ടോയോ പേരോ ഉപയോഗിക്കരുത് പറയാൻ സാധിക്കില്ല. ഇവിടെ പട്ടാള ഭരണമൊന്നുമല്ല, ജനാധിപത്യ ഭരണമാണ്. ജനങ്ങൾ അതൊക്കെ ചെയ്യും. അതിൽ ഒഫീഷ്യലി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ വെർഷൻ കൂടെ കേട്ടിട്ട് അതും കൂടെ കൊടുക്കണം. അല്ല നിങ്ങൾ കൊടുക്കുന്ന മാത്രമാണ് ചെയ്യുന്ന ധാരണ വേണ്ട. ഇനി മുതൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ക്ഷണിച്ചാൽ താങ്കളുടെ പേരും ചിത്രവും വെച്ച് തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, അതൊന്നും എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പട്ടാള മേധാവി എന്നുള്ള ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്. ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചിരുന്ന ആളാണ്. ആ ചിത്രം മറച്ചു വെക്കണമെന്ന് പറഞ്ഞു അത് വാർത്ത വന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇടപെട്ടു. ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇടപെടും. സംഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പടം വെച്ച് ഇല്ലെങ്കിൽ മന്ത്രിമാരുടെ പടം വെച്ച് അവരറിയാത്ത പരിപാടികളും വെക്കുന്നുണ്ട്. ഞാൻ മേയറായതിനു ശേഷം എന്റെ പടം വെച്ചിട്ട് 100 കണക്കിന് നോട്ടീസ് അടിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന കാര്യങ്ങൾ ഇടപെടും. രാജേഷ്, ചിത്രമോ പേരോ വെച്ച് പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതിൽ മാത്രമല്ല, അതവിടെ വഴി തടസ്സപ്പെടുത്തി പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതാണ്. സ്വന്തം ബാനർ മറയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും അത്യാവശ്യം അവിടെ വഴി നടക്കാൻ. എന്റെ സുഹൃത്തെ, രാവിലെ നിങ്ങളുടെ വാക്ചാതുര്യം പ്രകടിപ്പിക്കാനുള്ള അല്ല, വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയവർക്കെതിരെ നിങ്ങൾ കേസെടുക്കണം. വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നിങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടണം. അല്ലാതെ രാവിലെ ഏകപക്ഷീയമായിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. താങ്കളുടെ എനിക്ക് ഇത്രയും സമയം പോലും ഇല്ലായിരുന്നു. അടുത്ത പരിപാടിക്ക് ആൾക്കാർ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ മാധ്യമ സ്ഥാപനം ചെയ്ത തെറ്റുകൾ ബോധ്യപ്പെടുത്താനാണ്. ശരി, വളരെ നന്ദി.